മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല ഇന്ന് നടന്നത്. സംഘടനാപരമായ ചർച്ചകളാണ്. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ നേതൃത്വം അക്കാര്യത്തിലൊരു തീരുമാനമെടുത്ത് ഞങ്ങളെ അറിയിക്കും. അത് സംബന്ധിച്ച് ഇവിടെ മുൻപ് തന്നെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇവിടെ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ ഞങ്ങളിവിടെ മുൻപ് തന്നെ എടുത്തിരുന്നു. ഞങ്ങൾ അക്കാര്യം ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം അക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ചതിന് ശേഷം 17-ാം തീയതിക്ക് ശേഷം ഞങ്ങളെ അക്കാര്യത്തിലൊരു അവസാന തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മന്ത്രി മാറിയാലും മാറിയില്ലെങ്കിലും ആ തീരുമാനം ഞങ്ങളുടേതല്ല, അത് അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെതായിരിക്കും. അദ്ദേഹത്തിന് ഞങ്ങളത് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം 17-ാം തീയതി കഴിഞ്ഞിട്ട് അക്കാര്യം ഞങ്ങളെ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഇതിനോടകം തന്നെ പല പ്രാവശ്യം വിശദീകരിച്ചതല്ലേ. വീണ്ടും വീണ്ടും ഞങ്ങളത് ചർവണം നടത്തേണ്ട കാര്യമില്ലല്ലോ. മന്ത്രിമാറ്റം എന്ന് പറയുന്ന വിഷയം നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത്, ആ വിഷയം അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ഞങ്ങൾ പറഞ്ഞു, അങ്ങ് അതിലൊരു തീരുമാനം അവസാനമായി എടുക്കണം. അതുകൊണ്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്ത് ഒരു തീരുമാനമെടുത്ത് 17-ാം തീയതിയോടുകൂടി ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് ഡീറ്റെയിൽസിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. കാരണം ഇതിനോടകം തന്നെ നിരവധി മാസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ഒരു പുതിയ കാര്യമല്ല, ഞങ്ങൾ പുതുതായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു തീരുമാനം കേരളത്തിലെ നേതൃത്വം എടുക്കുന്നില്ല. ഞങ്ങൾ ആ കാര്യം ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ വിട്ടിരിക്കുകയാണ്. ഞങ്ങളിന്നിവിടെ കൂടിയത് പാർട്ടിയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിക്കാനാണ്. 156 മെമ്പർമാരുള്ള ഞങ്ങളുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ 128 പേര് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. NCPക്ക് ഒരു ഭംഗവും വന്നിട്ടില്ല സമീപകാല സംഭവങ്ങളിൽ എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിൽ ഞങ്ങളുടെ NCP നിർവാഹക സമിതിയിലെ വലിയ വളരെ ചുരുക്കം ആളുകൾ ഒഴിച്ച് എല്ലാവരും 128 പേര് പങ്കെടുത്തൊരു യോഗമാണ് ഇന്ന് നടന്നത്. മുഖ്യമായി ഞങ്ങളൊരു പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയ്ക്കെതിരായി ശക്തമായൊരു താക്കീതായിട്ട് ഞങ്ങളൊരു പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. NDRFലോ അല്ലെങ്കിൽ SDRFലോ ഉള്ള പണം നിങ്ങൾക്ക് വിനിയോഗിക്കാം എന്ന് പറഞ്ഞ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹതപ്പെട്ട SDRF NDRF ഫണ്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പൈസ പോലും കേരളത്തിന് അനുവദിക്കാതെ പ്രധാനമന്ത്രി സന്ദർശിച്ചു, പലരും സന്ദർശിച്ചു. ഞങ്ങൾ കൊടുത്ത മെമ്മറാണ്ടങ്ങളെല്ലാം കണ്ണടച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് ഒരു മെമ്മറാണ്ടങ്ങൾ കൊടുത്തു. അടിയന്തര മെമ്മറാണ്ടം, ഡീറ്റെയിൽഡ് മെമ്മറാണ്ടം, ഇതെല്ലാം കൊടുത്തിട്ടും ഇതെല്ലാം അവഗണിച്ച് ഒരു പൈസ പോലും കേരളത്തിന് അനുവദിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിയിൽ ശക്തിയായി പ്രതിഷേധിക്കുന്ന ഒരു പ്രമേയം ഞങ്ങളിന്ന് പാസാക്കി. വേണ്ടി വന്നാൽ ഇടതുപക്ഷ മുന്നണി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുടെ പടിക്കലൊരു സമരം നടത്തി. വേണ്ടി വന്നാൽ ഞങ്ങൾ ഘടകകക്ഷികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേന്ദ്രത്തിൻ്റെ തെറ്റായ നടപടികൾക്കെതിരായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കേന്ദ്രത്തിൽ നിന്ന് പണം തന്നാലും ഇല്ലെങ്കിലും ഇന്ത്യയിലെ ഒരു മാതൃകാ ഗ്രാമം വയനാട്ടിൽ ഉയർന്നു വരുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാകെ മാതൃകയാവുന്ന ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, അതിൻ്റെ ഒരു ടൗൺഷിപ്പിൻ്റെ രൂപരേഖ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി ചർച്ച ചെയ്തു. മന്ത്രിസഭ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതുകൊണ്ട് കേന്ദ്രം പണം തന്നാലും ഇല്ലെങ്കിലും ഒരു കലാമിറ്റിക്ക് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, അതൊരു മാതൃകാ ടൗൺഷിപ്പായി ഒന്ന് വയനാട്ടിൽ ഉയർന്നു വരും. അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ അടുത്ത പരിപാടി. അതിന് പ്രചരണം കൊടുക്കുക, കേന്ദ്രത്തിൻ്റെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിക്കുക, ആ പ്രതിഷേധം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടികൾ തുടരുക. അതാണ് ഞങ്ങളന്ന് അംഗീകരിച്ച ഒരു പ്രമേയം. മറ്റ് സംഘടനാ പരിപാടികൾ 1150 മണ്ഡലം കമ്മിറ്റികളാണ് കേരളത്തിലുള്ളത് പഞ്ചായത്ത് തലത്തിൽ. 8 മാസം കഴിയുമ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ വരികയാണ്. അതുകൊണ്ട് ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി കേരളത്തിലെ 1150 മണ്ഡലം പ്രസിഡന്റുമാരെയും ഒന്നിച്ച് വിളിച്ച് എറണാകുളത്ത് മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ ഞങ്ങൾ ഇതിനു മുമ്പുള്ള എക്സിക്യൂട്ടീവിൽ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഡേറ്റ് തീരുമാനിച്ച് മുന്നോട്ട് പോകണമെന്നും അതിൻ്റെ പരിപാടികൾ അത് വരുമ്പോൾ ഞങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം ഇവിടെ കൂടിയിരുന്നു. 140 നിയോജകമണ്ഡലങ്ങളിൽ 127 ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തുടർന്നാണ് മണ്ഡലം പ്രസിഡന്റുമാരുടെ, അതായത് പഞ്ചായത്ത് തലത്തിലുള്ള കമ്മിറ്റികളുടെ യോഗം ഞങ്ങൾ തീരുമാനിച്ചത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചത്.
മന്ത്രി മാറുകയാണെങ്കിൽ സ്വാഭാവികമായും തോമസിന് അവസാനം വരുമോ? അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കുമോ? അല്ല, ഇവർ രണ്ടുപേരും അല്ലാതെ ഒരാളെ മന്ത്രിയാകാൻ ഞങ്ങൾ ആർക്കും പറ്റത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേരല്ലേ ഉള്ളൂ. അതല്ല, ശ്രീ ശശീന്ദ്രൻ മാറുകയാണെങ്കിൽ വേറെ മൂന്നാമതൊരാൾ ഞങ്ങൾക്ക് ഇല്ലല്ലോ, രണ്ടുപേരല്ലേ ഉള്ളൂ. NCPക്ക് 2 MLA-മാരേ ഉള്ളൂ. ഒരാളിപ്പോൾ മന്ത്രിയാണ്. ആ മന്ത്രി മാറുകയാണെങ്കിൽ മറ്റേ MLA മന്ത്രിയാകും, അതല്ലേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമാണ് അവസാന തീരുമാനം. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിയുടെ വിൽ ആൻഡ് പ്ലഷറാണ് ആരെ വേണം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ചേർക്കാനെന്നുള്ളത്. പക്ഷേ ഒരു ഘടകകക്ഷി എടുക്കുന്ന ഒരു തീരുമാനം അംഗീകരിക്കാനും നടപ്പാക്കാനുമുള്ള ബാധ്യത മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയെ മാത്രമല്ല, ഞങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തിട്ട് അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് അക്കാര്യത്തിൽ ഞങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കും.